നമ്മൾ ഇന്ന് ഈ ഒരു 5 കിലോയുടെ ഡ്രൈ ഐസ് തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇടാൻ വേണ്ടി പോവാണ്. 3, 2, 1. പക്ഷെ അതിനു മുന്നേ തന്നെ നമ്മൾ ഇന്ന് വേറെയും കുറെ ക്രേസി എക്സ്പെരിമെന്റ്സ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഫയറിംഗ് അപ്പ് എ റോക്കറ്റ്, becoming a real ghost rider and much more. പക്ഷെ അതിനു മുന്നേ let's start from bursting a volcano. യെസ് ഗൈസ്, നമ്മളൊരു വോൾക്കാനോ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാണാൻ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലെങ്കിലും ദിസ് ഈസ് എ വോൾക്കാനോ. നിങ്ങൾക്ക് വൈകാണ്ട് മനസ്സിലാവുന്നതായിരിക്കും. നാട് കണ്ടപ്പോൾ മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യണമെന്ന്. അന്നേരൊന്നും ചെയ്യാൻ പറ്റിയില്ല. നൗ വി ആർ റെഡി ഗൈസ്. കോട്ടലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വോൾക്കാനോ ബേസ്റ്റ് ചെയ്യിപ്പിക്കാം. ബിഫോർ ദാറ്റ് വി ഹാവ് ടു ഗെറ്റ് പ്രൊട്ടക്ഷൻ. നമ്മൾ പ്രൊട്ടക്ഷൻ എല്ലാം റെഡിയാക്കി നമ്മളെ വോൾക്കാനോ ബേസ്റ്റ് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ മഴയും അതിന് മുമ്പേ നമുക്ക് ഈ ഒരു വോൾക്കാനോ പൊട്ടിത്തെറിപ്പിക്കാം. നമ്മളെ ഈസ്റ്റ് എടുത്തിന് ഇതിൻ്റെ കണക്കൊന്നും അറിയില്ല ഗൈസ്. ഇത് വർക്കാവാതെ തന്നെ ഒരു സംശയമാണ്. ആദ്യം തന്നെ നമുക്ക് ഈസ്റ്റ് മൊത്തത്തിൽ ഈ സാധനത്തിന് വീടാം. പ്ലീസ് ഡു നോട്ട് ട്രൈ ദിസ് അറ്റ് ഹോം ഗൈസ്. ഇത് ഭയങ്കര എക്സ്പേർട്സ് പ്രൊഫഷണൽ രീതിയിൽ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ലേശം ഈ ഒരു സോപ്പിൻ്റെ സാധനം കൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ വോൾക്കാനോക്ക് റെഡ് കളർ ഫയർ വരാൻ വേണ്ടിയിട്ട് ലേശം റെഡ് ഫുഡ് കളറിങ്. പോട്ടെ നമ്മൾ ഫൈനലി ലേശം ഹൈഡ്രജൻ പെറോക്സൈഡ് ഇനി സ്റ്റീലായിട്ട് ഇതാക്കിയിട്ട് എന്തെങ്കിലും സംഭവിക്കോ? ഒരു കുന്തം അറിയാണ്ട് ഒരു എക്സ്പെരിമെന്റിന് ഇറങ്ങി തിരിച്ച് നമ്മൾ. ഇനി നമ്മളെ ഫൈനൽ സ്റ്റെപ്പാണ് ഗൈസ്. ഇതാരും വീട്ടിൽ ട്രൈ ചെയ്തത്. ഇതെന്താ സംഭവിക്കാന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ലെറ്റ്സ് ഡു ഇറ്റ് ഗൈസ്. 3 ഓടാൻ റെഡിയാണേ. ഫോൺ ആയിടരുത്. 2, 1. വരുന്നുണ്ട്. ഇപ്പം വരും. വെയിറ്റ് ആക്ക്. ഇപ്പം വരൂ. കുറച്ച് സ്ലോ മോഷൻ വോൾക്കാനാണ് ഗൈസ്. ബിഗ് ബീന്റെ ഫാൻ ആയിരിക്കും. അതിന് പുറത്തേക്ക് എത്തി സാധനം. ഇതിനാണ് ഞാൻ പേടിച്ചത്. ഞാൻ വിചാരിച്ചു ഇവിടുത്തെ മേലത്തെ റൂഫെല്ലാം അടിച്ചു പോകുന്നത്. ഈ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രൊട്ടക്ഷനും സാധനം ഇട്ടിട്ട് വന്നത്. ഇതൊരു ഫെയിലിയർ ആണെന്ന് വെച്ചാൽ ഇത് സാധനം പറക്കാൻ, പക്ഷെ നമുക്ക് അളവും കാര്യമൊന്നും അറിയാത്തതുകൊണ്ട് അത്ര വലിയ സക്സസ് ആയിട്ടില്ല. തൽക്കാലത്തേക്ക് നമുക്ക് നെക്സ്റ്റ് എക്സ്പെരിമെന്റിലേക്ക് പോവാം. ആദ്യത്തെ എക്സ്പെരിമെന്റ് ഫ്ലോപ്പ് ആയെന്ന് വെച്ചിട്ട് ആരും വിഷമിക്കരുത് ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്ത എല്ലാ എക്സ്പെരിമെന്റ്സും കിട്ടില്ല പോലെ വർക്ക് ആയിട്ടുണ്ട്. നമ്മളെ ആദ്യത്തെ എക്സ്പെരിമെന്റ് വോൾക്കാനോ മര്യാദക്ക് പൊട്ടിത്തെറിച്ചില്ല. ഇറ്റ് വാസ് എ ഫെയിലിയർ. പക്ഷേ രണ്ടാമത്തെ എക്സ്പെരിമെന്റ് വി ആർ ഗോണ ലോഞ്ച് എ റോക്കറ്റ്. ഇതാണ് നമ്മളെ റോക്കറ്റ്. ഇതാണ് നമ്മളെ ലോഞ്ച് പാഡ്. ഞാൻ എന്തായാലും സയന്റിസ്റ്റ് ആയിട്ട് ചന്ദ്രനിലേക്ക് ഒരു റോക്കറ്റ് വിടാനൊന്നും പോകുന്നൊന്നുമില്ല. സോ ഇത് ഞാൻ ഇന്നെന്തായാലും പറപ്പിക്കുന്നതായിരിക്കും. റോക്കറ്റ് വിടാൻ എനിക്ക് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒറ്റ ചാൻസ് ഇതാണ് ഗൈസ്. സോ ഐ കാനോട്ട് ഫെയിൽ. ലെറ്റ്സ് ഡു ദിസ്. നമ്മളെ റോക്കറ്റ് വിടാൻ വേണ്ടിയിട്ട് ഈ ഒരു കുപ്പീൻ്റെ അടിയിൽ ചെറുങ്ങനെ നമ്മളൊരു ഹോൾസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് റോക്കറ്റ് ഫ്യൂൽ ഒഴിക്കണം. ഇതാണ് നമ്മളെ റോക്കറ്റ് ഫ്യൂൽ. റബ്ബിംഗ് ആൽക്കഹോൾ എന്നാണ് ഗൈസ് പറയാ. അത് നമുക്ക് ഇതിലേക്ക് ലേശം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, റോക്കറ്റ് ഫ്യൂൽ വെച്ച റോക്കറ്റ് റെഡിയാണ്. ഇത് ലോഞ്ച് പാഡിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഗൈസ്. On your countdown, 3, 2, 1. ആകാശത്തിലേക്ക് പോയ നമ്മളെ റോക്കറ്റ് തിരിച്ച് ഭൂമിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇറ്റ്സ് എ സക്സസ്. ഐ ആം എ സയന്റിസ്റ്റ് ഗൈസ്. എനിക്കിനി എക്സ്പെരിമെന്റ് ചെയ്യണം. ലെറ്റ്സ് ഗോ ആൻഡ് ഡു ദി നെക്സ്റ്റ് വൺ. പ്രൊഫസർ മാർഷൽ. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല കിടിലം ഒരു എക്സ്പെരിമെന്റ് ആണ് ഗൈസ്. ഇറ്റ്സ് കോൾഡ് ഫയർ ഹാൻഡ്സ്. ഈ സാധനം ചെയ്യാൻ നമുക്ക് ആകെ ഒരു സാനിറ്റൈസർ മാത്രം മതി. പക്ഷെ നിങ്ങൾ ആരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കരുത് ഗൈസ്. ദിസ് ഈസ് എക്സ്ട്രീംലി ഡേഞ്ചറസ്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു സർഫേസിലേക്ക് ലേശം സാനിറ്റൈസർ ഒഴിക്കണം. ലേശം മതി, ഓവറായിട്ട് വീട് കത്തിപ്പോവും. പിന്നെ എൻ്റെ കൈ കത്താണ്ടിരിക്കാൻ വേണ്ടി, കൈ പൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ലേശം വെള്ളത്തിൽ വെക്കണം. എൻ്റെ കയ്യിൽ ലേശം സാനിറ്റൈസർ ആക്കിയതിന് ശേഷം നമുക്ക് ആദ്യം ഈ ഒരു സർഫേസ് കത്തിക്കാം. സർഫേസ് സെറ്റായി. ഇനി എൻ്റെ കൈ കത്തിക്കുന്ന സമയമാണ് ഗൈസ്. 3, 2, 1. കാണാൻ ഗോസ്റ്റ് റൈഡർ പോലെയും കിടിലം ഫീലൊക്കെയാണ്. പക്ഷെ ആരും വീട്ടിൽ ട്രൈ ചെയ്യരുത് ഗൈസ്. ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. നമ്മൾ ആൽക്കഹോളും ഫയറും കൊണ്ടെല്ലാം കളിക്കുന്നത്. നമ്മളിവിടെ കറക്റ്റ് ആയിട്ട് എല്ലാം കൺട്രോൾ ചെയ്ത് ചെയ്യുന്നതുകൊണ്ടാണ്. ഡു നോട്ട് ട്രൈ ദിസ് അറ്റ് ഹോം ഗൈസ്. ഞാൻ പിന്നെയും പറയാണ്, നിങ്ങൾ ആരും ഇത് ചെയ്യരുത്. കൈ കത്തിച്ചിട്ട് നമ്മൾ ഗോസ്റ്റ് റൈഡറായി. പക്ഷെ നിങ്ങൾ 1000 ഡിഗ്രി സെൽഷ്യസിൽ കത്തുന്ന ഒരു ബോൾ ഐസിലിട്ട് എന്താ സംഭവിക്കാന്ന് അറിയോ? ഇല്ല അല്ലെ? അതാണ് അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത്. സത്യമായിട്ട് ഇത് 1000 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടോന്ന് അറിയില്ല. ഞാനൊരു ഫ്ലോന് പറഞ്ഞത്. പക്ഷെ നല്ല ചൂടുണ്ട്. നിങ്ങൾക്കത് സംശയം ഉണ്ടാവും. ആ സംശയം ഞാൻ ഇപ്പം മാറ്റിത്തരാം. നമ്മളൊരു തെർമാക്കോൾ എടുത്തിന് ആൻഡ് തെർമാക്കോളിന്റെ മേലത്തെ ഭാഗത്ത് വെച്ച് കൊടുക്കാം. ലുക്ക് അറ്റ് ദാറ്റ്. മോനെ എന്ത് സാറ്റിസ്ഫൈ കാണാം. എന്റെ മോനെ കിടിലോസ്കി
സാറ്റിസ്ഫിക്കേഷൻ. അല്ലാ, തൊടണ്ട. ഇപ്പൊ മനസ്സിലായില്ല ഇത് എത്ര മാത്രം ചൂടുണ്ടെന്ന്. ഇനിയാണ് നമ്മളെ എക്സ്പെരിമെന്റ് തുടങ്ങാൻ വേണ്ടി പോകുന്നത്. എക്സ്പെരിമെന്റ് ഒന്നും ഇല്ല, ഇത് പണ്ട് മുതൽ മിസ്റ്റർ ബീസ്റ്റെല്ലാം ചെയ്യുന്ന കാണുന്ന നേരം എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായതാണ്. നമ്മൾ ഈ ഒരു പതക്കുന്ന 1000 ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ടെന്ന് ഞാൻ തന്നെ വിചാരിക്കുന്ന മെറ്റൽ ബോളിനെ ഐസിന്റെ ഉള്ളിൽ ഇടാൻ വേണ്ടി പോവാണ്. ഈ തെർമാക്കോൾ ഉരുക്കിയ പോലെ അതൊരുക്കോ ഇല്ലെങ്കിൽ ഐസ് മെറ്റൽ ബോളിനെ തോപ്പിക്കോ? നിങ്ങൾ ഏതാ പറയുന്നത് ഇപ്പൊ തന്നെ കമന്റ് ചെയ്യ് ഗൈസ്. നമ്മളെ ഐസ് ഇവിടെ റെഡിയാണ്. നമ്മളെ 1000 ഡിഗ്രി സെൽഷ്യസ് ഉള്ള മെറ്റൽ ബോൾ ഈസ് ഓൾസോ ഗെറ്റിംഗ് റെഡി. ശേഷം കൂടെ നമുക്ക് ചൂടാക്കി വെക്കാം. ഇത് ടൈറ്റ് ഫൈറ്റ് ആണ് ഗൈസ്. 0 ഡിഗ്രി വേഴ്സസ് 1000 ഡിഗ്രി സെൽഷ്യസ്. നമുക്ക് എന്തായാലും ഇട്ട് നോക്കാം ഗൈസ്. 3, 2, 1. ഇല്ലടാ, ഐസ് പിടിച്ചെടുത്ത് തോന്നട്ടോ. നല്ല മീൻ പൊരിക്കുന്ന ഒച്ച പോകുന്നുണ്ട്. ചെറുങ്ങനെ ഓ തോറ്റടാ. ഐസ് മാക്സിമം ട്രൈ ചെയ്ത് പക്ഷെ പിടിച്ചൊന്നും തോന്നുന്നില്ല. ഇത് ഞാൻ എത്ര കാലമായിട്ട് ആഗ്രഹിച്ചാലോ ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യണമെന്ന്. യൂട്യൂബെല്ലാം കാണാൻ തുടങ്ങിയ കാലം മുതൽ വിചാരിച്ചിനി ഈ മെറ്റൽ ബോളെല്ലാം യൂസ് ചെയ്യണമെന്ന്. ഈ ഒരു മെറ്റൽ ബോൾ മര്യാദക്ക് നമ്മൾ നല്ലോണം ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഐസിനെ തോപ്പിക്കും. പക്ഷെ നമുക്കിത് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഇത് ഓവർ ചൂടാക്കിയിൽ പൊട്ടിത്തെറിച്ച് എന്തെങ്കിലും സംഭവിക്കുമെന്ന് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ ആ ഒരു റിസ്കിന് നിൽക്കാത്തത്. പക്ഷെ ഒരു മണ്ടത്തിലായിപ്പോയി. ലേശം കൂടി ഒരു മെറ്റൽ ബോൾ ചൂടാക്കണമായിരുന്നു. ഗൈസ്, നമ്മളെ മെറ്റൽ ബോൾ ഫുള്ളായിട്ട് അപ്പുറത്തേക്ക് എത്തിയിട്ടില്ല കേട്ടാ. മെല്ലെ ലേശം ചൂടെല്ലാം പോയി തണിഞ്ഞെന്ന് തോന്നുന്നു. ഐസ് തൽക്കാലം പിടിച്ചു നിർത്തിന്. 0 ഡിഗ്രി സെൽഷ്യസ് ജയിച്ചു. ഹിയർ ഈസ് ദ ഫൈനൽ റിസൾട്ട്. നമ്മളെ 1000 ഡിഗ്രി സെൽഷ്യസ് ഞാൻ തന്നെ പറയുന്ന ഈ ഒരു മെറ്റൽ ബോൾ ഈ ഒരു ഐസിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടില്ല. ഫുള്ളായിട്ട് കണ്ട ഇപ്പഴെത്തി കേട്ടാ. ജസ്റ്റ് മിസ്. പക്ഷെ ഇതിന്റെ വിന്നർ ഐസ് തന്നെയാണ് ഗൈസ്. ഈ ഐസിന്റെ ഈ ഒരു പ്രകടനം കണ്ടിട്ട് നിങ്ങൾ നെട്ടിപ്പോയെങ്കിൽ അടുത്തത് നമ്മൾ 5 കിലോന് ഡ്രൈ ഐസ് ആണ് തിളക്കുന്ന വെള്ളത്തിൽ ഇടാൻ വേണ്ടി പോകുന്നത്. ആ ഫൈറ്റിൽ ഇനി ആരായിരിക്കും ജയിക്കാം? ഈ സാധനം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ സോളിഡ് ഫോം ആണ്. ആൻഡ് ദിസ് ഈസ് -75 ഡിഗ്രി സെൽഷ്യസ്. ഇത് ഡയറക്റ്റ് ആയിട്ട് കൈ കൊണ്ടെല്ലാം പിടിച്ചാൽ ഫ്രോസ്റ്റ് ബൈറ്റ് അടിക്കും. അതുകൊണ്ട് നമ്മൾ ഗ്ലൗസ് എല്ലാം ഇട്ടിട്ടുണ്ട്. ഇത് വെള്ളത്തിലേക്ക് ഇടാൻ വേണ്ടി പോവാണ്. അതിനും ഒരു മിനിറ്റ് ഗൈസ്, ഒരു സാധനം കൊടുത്ത് ഫുൾ സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ്. ഗ്ലാസ് എല്ലാം ഇട്ടിട്ടുണ്ട്. ഭയങ്കര തണുപ്പാണ്. കയ്യിൽ പിടിക്കാൻ വെച്ചാൽ നടക്കുന്ന സംഭവമല്ല. കുറെ കാലം ഗൈസ് ഞാനിത് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. ആൻഡ് ഫൈനലി ഇറ്റ്സ് ടൈം. 3, 2, 1. അഗ്നിപർവ്വതം പൊട്ടി പോലായിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ല, പക്ഷെ നല്ല ഗിള് സൗണ്ട് ഉണ്ട്. ഏതെല്ലാം മാജിക് വണ്ടർലാൻഡിൽ എത്തിയോ കേട്ടാ. ശരിക്കും അമ്യൂസ്മെന്റ് പാർക്കിൽ എത്തിയോ. സീനുണ്ട്. ഇനി കാശ്മീർ കൊണ്ടുപോയില്ല പറയണ്ട. കാശ്മീരിൽ ആ വീട്ടിന്റെ മുന്നിൽ കൊണ്ടുവന്നത് ഈ സാധനം കണ്ട. ഇത് പൊന്തി സ്ലോ മോഷൻ പോലുണ്ട്. സ്ലോ മോഷനാ താഴോട്ടേക്ക് പോകുന്നത്. ഈ ഒരു സാധനം ആരും വീട്ടിൽ ട്രൈ ചെയ്തത്. ഇത് ശ്വസിക്കാനൊന്നും പാടുണ്ടോന്ന് എനിക്കറിയില്ല. സംഭവം എന്തായാലും സെറ്റ് ആയി ഗൈസ്. എന്റെ 2 കൊല്ലത്തെ കാത്തിരിപ്പാണ്. ആൻഡ് ഫൈനലി ഇറ്റ് ഈസ് വർത്ത് ഇറ്റ് മാൻ. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഡ്രൈ ഐസ് വേഴ്സസ് ഹോട്ട് ബോയിലിംഗ് വാട്ടർ എക്സ്പെരിമെന്റ് അങ്ങനെ ഇവിടെ ചെയ്ത് തീർന്നിരിക്കുകയാണ്. വീഡിയോ ഈസ് എൻഡിങ് ഹിയർ ഗൈസ്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കടലിന്റെ നടുക്കിരുന്നിട്ട് സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വരുമോ ഇല്ലയോ നോക്കുന്ന വീഡിയോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് ഇപ്പൊ തന്നെ ആ ഒരു വീഡിയോ പോയി കണ്ടോ.